എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ പൂപ്പ്. അതായത് ഈ ഒരു 3D പ്രിൻ്റർ പൂപ്പ് ചെയ്യുന്ന സാധനമാണ് എൻ്റെ കയ്യിലുള്ളത്. AMS പ്രിൻ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള സാധനം കുറേ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമലി ഈ സാധനങ്ങളൊക്കെ നമ്മൾ പാഴാക്കി കളയാറാണ് പതിവുള്ളത്. ഇത് വെച്ചൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ട്രീ സപ്പോർട്ടുകൾ കാണും. അപ്പോൾ ഇതുപോലുള്ളൊരു നല്ലൊരു ട്രീ സപ്പോർട്ട് എടുക്കണം കേട്ടോ. നല്ല മരത്തിൻ്റെ ചില്ലയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനം എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലുള്ള ഒരു സോൾഡറിങ് അയൺ, അതുപോലെ തന്നെ ഒരു ഫാനൊക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. ഫാൻ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂം നമുക്ക് ഹെൽത്തി അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലൊരു സോൾഡറിങ് അയൺ എടുത്തിട്ട് ഈ ഒരു ട്രീയിലേക്ക് ഓരോ പൂപ്പായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. ഓരോന്നും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഒരു ട്രീ ഷേപ്പ് ആക്കി എടുക്കാം. അതിനുശേഷം അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ബ്രാഞ്ചസ് മുകളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളിയാണ്. നോർമലി നമ്മളിത് വേസ്റ്റാക്കി കളയുന്ന സാധനമാണ്. അപ്പോൾ 3D പ്രിൻറ്റ് ചെയ്യുന്നവർ ഇതുപോലുള്ള പൂപ്സ് ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ അഡീഷണൽ ആയിട്ടൊരു ബേസ്, അതും വേസ്റ്റ് വന്നൊരു സാധനം തന്നെയാണ്. അതിൽ വേരിങ്ങനെ ഈ ഒരു ട്രീ സപ്പോർട്ട് തന്നെ ഒരുക്കി വേരായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇവിടെ വേസ്റ്റ് വന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലേക്ക് ഫില്ലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വേസ്റ്റും ഇതിനകത്ത് വന്നിട്ടില്ല. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.